അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും കനന്തൂങ്ങുന്നത് അയാളുടെ സൽസ്വഭാവം ഹുസ്നുൽ ഖുൽഖാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ഷമക്കുള്ള ടെസ്റ്റ്, നമ്മുടെ മുമ്പിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണെങ്കിൽ, നമ്മുടെ സൽസ്വഭാവത്തിനുള്ള ടെസ്റ്റ്, ഹുസ്നുൽ ഖുൽഖിനുള്ള ടെസ്റ്റ്, മോശം സ്വഭാവമുള്ള ആളുകൾ, സൂഉൽ ഖുൽഖുള്ള ആളുകളായിട്ട് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിലുള്ള ഒരാളുടെ സ്വഭാവം പുറത്തു വരിക. അത് നേർക്ക് നേരെ ആയിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഒരു മോശം കമൻറ്റിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള സന്ദർഭത്തിലാണ് നമ്മുടെ സ്വഭാവം പുറത്തു വരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു പ്രസ്താവന, ഒരാളുടെ സ്വഭാവം പരിശോധിക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഉൻദുറു ഇലാ ഹിൽമി റജുലി ഇൻദ ഗളബിഹി. ഒരാൾ കോപം വരുന്ന സന്ദർഭത്തിൽ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ സ്വഭാവം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ ഉപദേശം ചോദിച്ച സന്ദർഭത്തിൽ 3 തവണ ലാ തഗ്ളബ്, നീ കോപിക്കരുതെന്നുള്ള ഉപദേശം റസൂലുള്ളാഹി നൽകി. കോപം അത് പിശാചിൽ നിന്നുള്ളതാണ്. അൽ ഗളബു മിന ശൈത്വാൻ. അപ്പോൾ കോപത്തെ പിശാചുമായിട്ട് കണക്ട് ചെയ്യുന്ന നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കോപം വരുന്ന സന്ദർഭത്തിൽ പിശാചിൽ നിന്നും രക്ഷ ചോദിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിന ശൈത്വാനിർ റജീം എന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിച്ചതായിട്ടെല്ലാം ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഒരാളെ കോപം കീഴടക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ വിവേകം നഷ്ടപ്പെട്ട് വികാരം അയാളെ നിയന്ത്രിക്കുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവൃത്തികൾ പലതും കാലങ്ങളായിട്ട് നമ്മൾ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ പോലും വിള്ളലുണ്ടാക്കുകയാണ്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്നേഹബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ഒരു നിമിഷത്തെ കോപം നശിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പിശാചിന് അതിന് ഏറ്റവും വലിയ താല്പര്യം. നേരത്തെ റസൂലുള്ളാഹി ആ കോപത്തെ പിശാചായിട്ട് കണക്ട് ചെയ്തു. കാരണം പിശാച് ഒരാളെ കൊണ്ട് അയാളെ വ്യഭിചരിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മദ്യപിപ്പിക്കുന്നതിനേക്കാളെല്ലാം പിശാച് ഇഷ്ടപ്പെടുന്നത് 2 മനുഷ്യർക്കിടയിലുള്ള ആ ബന്ധം മുറിക്കലാണ്. അപ്പം അതിനുള്ളൊരു ഉപാധിയായിട്ട് പിശാച് കോപം എന്നുള്ള വികാരത്തെ അതിസമർത്ഥമായിട്ട് പിശാച് ഉപയോഗിക്കുന്നുള്ള. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കോപം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കരുത്, അതേപോലെ തന്നെ നിങ്ങൾ മൗനം അവലംബിക്കണം എന്നെല്ലാം റസൂലുള്ളാഹി നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മൗനം അവലംബിക്കുക എന്ന് വെച്ചാൽ അത് കേവലം നാവ് കൊണ്ടാണെന്നല്ല. ഇന്നത്തെ ആധുനിക കാലത്ത് ആ സന്ദർഭത്തിൽ വല്ലതും പറയാനോ എഴുതാനോ കമൻ്റ് എഴുതാനോ പോസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. സ്വന്തമായിട്ട് ആത്മനിയന്ത്രണമാണ് ആ സന്ദർഭത്തിൽ പാലിക്കേണ്ടതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി അതിനെ പിശാചുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല സന്ദർഭത്തിലും നമ്മുടെ കോപത്തിൻ്റെ പിന്നിലുള്ള വികാരം നമ്മുടെ ഈഗോയാകും, ഞാനെന്നുള്ള ഭാവം. അതായത് എന്നോട് എങ്ങനെയാണത് പറയുക, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറയാൻ അവനായോ, ആ രൂപത്തിലുള്ള ചിന്തകൾ. അതുതന്നെയാണ് പിശാചിനെ വഴിതെറ്റിച്ച പ്രധാനപ്പെട്ട വികാരം. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ആ കിബർ, അതല്ലെങ്കിൽ അന ഖൈറുമിൻ, ഞാൻ അവനേക്കാൾ ബെറ്റർ ആണെന്നുള്ള ആ ചിന്ത. ഈ 2 വികാരമായിരുന്നു പിശാചിൻ്റെ പ്രധാനപ്പെട്ട രോഗം. അതേ രോഗമാണ് ആ കോപം ഒരാളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയും പിശാച് ഉപയോഗിക്കുന്നത്. ഒരാൾ ആ കോപത്തിന് അടിമപ്പെടുന്ന സന്ദർഭത്തിൽ അയാളുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. പിശാച് ആ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുകയാണ്. പിന്നീട് പിശാചാകും അയാളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് ആ കോപം തണുത്തതിന് ശേഷമാണ് പലതും ബോധ്യം വരിക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിട്ടുള്ള പ്രസ്താവന, അൽ ഗളബു അവ്വലുഹു ജുനൂൻ വ ആഖിറുഹു നദം. കോപം അതിൻ്റെ തുടക്കം ഭ്രാന്താണ്, അതിൻ്റെ ഒടുക്കം ഖേദാണ്. അപ്പോൾ തുടക്കത്തിൽ ഭ്രാന്തമായിട്ട് പലതും പറയും, പലതും പെരുമാറും. പിന്നീട് അതിന് ശേഷം അതിനെ സംബന്ധിച്ച് നമ്മൾ ഖേദിക്കുകയും പറയേണ്ടിയില്ലായിരുന്നു, ആ രൂപത്തിലുള്ള ചിന്ത വരും. കാരണം ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറഞ്ഞു, യഥാർത്ഥത്തിൽ നിങ്ങൾക്കിടയിൽ ഗുസ്തിയിൽ മല്ലടിച്ച് പോരടിച്ച് വിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സുഹു ഇൻദൽ ഗളബ്. മറിച്ച് സ്വയം സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കുന്നവനാണ്. അതായത് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ സ്വന്തത്തെ നിയന്ത്രിച്ച് നിർത്തുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. അതായത് നീ ആ ദേഷ്യം നിന്നെ കീഴടക്കുന്നതിന് മുമ്പ് നീ അതിനെ കീഴടക്കുക. അപ്പോൾ മറ്റുള്ള ആളുകളെ കീഴടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് സ്വന്തത്തെ കീഴടക്കുക എന്നുള്ളതാണ്. കാരണം സ്വയം കീഴടക്കുന്ന ഒരാൾക്ക് മറ്റുള്ള ആളുകളെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലും ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ വിശ്വാസികളുടെ ഒരു ക്വാളിറ്റി പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്ത് ആൽ ഇംറാൻ്റെ 134-ാമത്തെ വചനത്തിൽ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ സന്തോഷാവസ്ഥയിലും വിഷമാവസ്ഥയിലും ഒരുപോലെ ചെലവഴിക്കുന്നവരായിരിക്കും, ദാനം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സഹായിക്കുന്നവരായിരിക്കും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൽ കാളിമീനൽ ഗൈദ്, അവർ കോപം വിഴുങ്ങുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്, മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. കോപം വിഴുങ്ങുക എന്ന് വെച്ചാൽ കോപം വരിക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റപ്പെടുന്നില്ല, അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു വികാരമാണ്.
പക്ഷേ ആ കോപത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കാതെ ആ കോപത്തെ വിഴുങ്ങുന്നവരാണ്. അതായത് പുറമേക്ക് അത് റിലീസ് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ഉദ്ദേശിച്ച് അതിനെ ഒതുക്കി വെക്കുക അല്ലെങ്കിൽ വിഴുങ്ങുക. മനോഹരമായിട്ടുള്ള പ്രസ്താവന ഓർക്കുന്നത് പറയാറുണ്ട്, കോപം എന്നുള്ളത് വലിയൊരു തീഗോളാണ്, പക്ഷേ അത് വിഴുങ്ങുകയാണെങ്കിൽ അത് തേനിനേക്കാൾ മധുരമാണെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അതുവഴി കൈവരിക്കാനാകുമെന്നുള്ളതാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞു, വൽ ആഫീന അനിന്നാസ്, അവർ ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. അപ്പോൾ കോപം വിഴുങ്ങുക മാത്രമല്ല, അവർ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പ്രകോപിപ്പിച്ച ആളുകൾക്കെതിരെ ആ ഒരു സന്ദർഭത്തിൽ ദേഷ്യം നിയന്ത്രിച്ച് പിന്നീട് ആ പക മനസ്സിൽ വെച്ച് അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ വീട്ടുന്നവരല്ല, മറിച്ച് ഉടനെ തന്നെ അത് മറന്നത് മാപ്പ് നൽകുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലെത്തിയ ആളുകൾക്ക് മാത്രമേ ആ രൂപത്തിൽ പ്രതികരിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു സ്ഥലത്തും സൂറത്ത് ശൂറയുടെ 37-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ, കോപം വന്നാലും അവർ പുറത്തു കൊടുക്കുന്നവരായിരിക്കും. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കോപത്തെയും അതേപോലെ തന്നെ മാപ്പ് നൽകലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുന്നുണ്ട്. അതല്ലാതെ മറ്റൊരാളോടുള്ള വിദ്വേഷം, ആ പക മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള നഷ്ടം നമുക്ക് തന്നെയാണ്. അയാൾക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം മനോഹരമായിട്ടുള്ളൊരു കോട്ട് പറയാറുണ്ട്, മറ്റൊരാളോടുള്ള പക, വിദ്വേഷം മനസ്സിൽ വെച്ച് ജീവിക്കുന്നത് നമ്മൾ സ്വയം വിഷം കഴിച്ച് മറ്റൊരാൾ മരിക്കുന്നതും കാത്ത് നടക്കുന്നത് പോലെയാണ്. യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള ആത്യന്തികമായിട്ടുള്ള നഷ്ടം നമുക്ക് തന്നെയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മുടെ വിഷയം മലക്കുകളാണ്. അപ്പോൾ നേരത്തെ പിശാചും കോപവും തമ്മിലുള്ള ബന്ധമെല്ലാം നമ്മൾ വിശദീകരിച്ചു. എന്താണ് മലക്കുകളായിട്ട് അതിനുള്ള ബന്ധം? മുസ്നദിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ളൊരു സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറ്റമിത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ വന്ന് ഒരുപാട് അവരെ ആക്ഷേപിച്ച് ഒരുപാട് ചീത്ത പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഉടനീളം റസൂലുള്ളാഹി അതെല്ലാം കേട്ട് ക്ഷമിച്ച് യാതൊന്നും പ്രതികരിക്കാതെ മൗനം അവലംബിച്ച് റസൂലുള്ളാഹി അവിടെ ഇരിക്കുകയാണ്. ഒരുപാട് അയാൾ അതിര് കടന്ന സന്ദർഭത്തിൽ സ്വന്തത്തേക്കാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാന നിയന്ത്രണം നഷ്ടപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ. പിന്നീട് ഒരുപാട് സമയത്തിന് ശേഷം, അയാൾ പിരിഞ്ഞു പോയതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കാര്യം അന്വേഷിച്ചു. ഓ പ്രവാചകരെ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടെ താങ്കൾ എഴുന്നേറ്റ് പോയല്ലോ, എന്താ ഞാൻ തെറ്റായിട്ട് വല്ലതും ചെയ്തോ? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി നൽകിയ മറുപടി, ഓ അബൂബക്കർ, അയാൾ നമ്മളെ ആക്ഷേപിക്കുന്ന ആ സമയത്തുടനീളം ഇന്നഹു കാന മഅക മലക്കുൻ യറുദ്ദു അൻക, അയാൾ ആക്ഷേപിക്കുന്ന സമയം അത്രയും അതിന് മറുപടി പറയാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ ഒരു മലക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകാരണമായിട്ട് ഒരാൾ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ക്ഷമിച്ച് മൗനം അവലംബിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ നിയോഗിക്കുക എന്നുള്ളതാണ്. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, പക്ഷേ താങ്കൾ പ്രതികരിക്കാൻ എഴുന്നേറ്റുന്നതോടുകൂടെ അല്ലെങ്കിൽ താങ്കൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടുകൂടെ ആ മലക്ക് പോയി പിന്നീട് ഒരു പിശാചാണ് ആ മലക്കിൻ്റെ സ്ഥാനത്ത് വന്നത്. ഫലം അക്കുൻ ലി അഖൂദ മഅ ശൈത്വാൻ, ആ പിശാചിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളെ ഒരാൾ അകാരണമായിട്ട് ചീത്ത പറയുന്ന സന്ദർഭത്തിൽ, ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്വയം നിയന്ത്രിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു മലക്ക് നമുക്ക് വേണ്ടി മറുപടി പറയും. അതേ സന്ദർഭത്തിൽ അയാൾ പ്രതികരിച്ച് അയാൾ ആക്ഷേപിക്കുന്ന അയാളുടെ അതേ നിലയിലേക്ക് തരം താഴുന്ന സന്ദർഭത്തിൽ പിന്നീട് അയാളെ പിശാച് കീഴടക്കും എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ ആ പിശാചും കോപവും തമ്മിലുള്ള ബന്ധം നമ്മൾ വിശദീകരിച്ചത് ഇവിടെ ചേർത്ത് വെക്കുക. മഹാനായ പണ്ഡിതൻ വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, താങ്കളെക്കുറിച്ച് ഇന്ന ആളുകൾ ഇന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം നൽകിയ മറുചോദ്യം, പിശാചിന് പോസ്റ്റ്മാനായിട്ട് താങ്കളെ അല്ലാതെ മറ്റൊരാളെ കിട്ടിയില്ല എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനത് ക്ഷമിക്കും, അതിന് മലക്കുകൾ മറുപടി നൽകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഇതേ രൂപത്തിൽ ഒരാൾ ആക്ഷേപിക്കുന്ന സന്ദർഭത്തിൽ അയാളെപ്പോലെ നമ്മൾ തരം താഴുന്ന അയാൾക്ക് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ പിശാച് നമ്മളെ കീഴടക്കുന്ന അതേ സന്ദർഭത്തിൽ നമ്മൾ ക്ഷമിച്ച് മൗനം അവലംബിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ പ്രതികരിക്കുന്ന നമ്മളെക്കാൾ പരിശുദ്ധരായിട്ടുള്ള ഒരു മലക്കായിരിക്കും അയാൾക്ക് മറുപടി നൽകുന്നത്.